ഹരി ഓം. ഇന്ന് പറയാൻ പോകുന്നത് ഏകാദശി കഴിഞ്ഞു പിറ്റേ ദിവസം മുതൽ ദിവസവും ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ വിട്ടു പോകുകയില്ല. ഭഗവാന്റെ അനുഗ്രഹം, ഐശ്വര്യം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഏകാദശി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ദിവസവും ചെയ്യാം, എന്നും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഭഗവാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഭഗവാന്റെ അപാരമായ അനുഗ്രഹം, ഐശ്വര്യം എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് സംരക്ഷണം, അതുപോലെ സമ്പത്ത്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിത്തരാൻ, നമ്മളുടെ ജീവിതം ഏറ്റവും പവിത്രമാകാനും ധന്യമാകാനും ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉപകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അത് ജീവിതം മുഴുവൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഏകാദശി കഴിഞ്ഞു അത് കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ ദിവസവും ഇത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഏകാദശി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് രാവിലെ ഇത് ചെയ്യാം. ഇത് ഏത് സമയത്തും ചെയ്യാം, ഫലം കിട്ടും, ഒരു സംശയം വേണ്ട. രാവിലെ തന്നെ ഏത് സമയത്തും ചെയ്യാം. ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. രാവിലെ ചെയ്താൽ മതി. കഴിയുന്നെങ്കിൽ 6 മണിക്ക് മുമ്പ് ചെയ്യുക. ഒരു 5:30 6 മണിക്കോ ഇടയ്ക്ക് ചെയ്യുക. അല്ലെങ്കിൽ 6 മണി എന്ന് പറഞ്ഞാൽ ഒരു വെട്ടം വീഴണം. ഒരു വെട്ടം വീണ് കഴിഞ്ഞ ശേഷം ചെയ്യാവുള്ളൂ. അപ്പോൾ 6 മണിക്ക് ചിലപ്പോൾ വെട്ടം വീണില്ലെങ്കിൽ ഒരു 6:15 ആകുമ്പോൾ 6:30 ആകുമ്പോൾ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. വെട്ടം വീണ് കഴിഞ്ഞാണ് ചെയ്യേണ്ടത് കേട്ടോ. രാവിലെ ചെയ്യുക. പിന്നെ ഇത് രാവിലെ എപ്പം വേണമെങ്കിലും ചെയ്യാം. ഇപ്പം 6:30 എന്നുള്ളത് 7:30 ആയാലും 8:30 ആയാലും ഒരു കുഴപ്പമില്ല. ഏതായാലും പ്രകാശം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂര്യോദയത്തിന് തൊട്ട് മുമ്പും ചെയ്യാം. പക്ഷേ വെട്ടം വീഴണം. സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ച ആ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ പതിച്ച ശേഷം ഇത് ചെയ്യാവുള്ളൂ. അതായത് ഒരു 6:30 ചെയ്തു, അപ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 6:25 ചെയ്തു, നല്ലതാണ്. ചിലപ്പം 6:15 അല്ലെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇരുട്ടായിരിക്കും ചില സമയങ്ങളിൽ. അതുകൊണ്ട് ഒരു 6:25 6:30 ചെയ്തു, അപ്പം നല്ലതാണ്. എന്തായാലും ഭൂമിയിൽ ആ സമയത്തൊരു ഒരു വെട്ടം വീഴുന്ന സമയമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കാര്യം, അതായത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വിദ്യ പറഞ്ഞു തരികയാണ്. മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളുടെ ഈ 2 പിരികങ്ങൾക്കും മധ്യത്തിൽ, അതായത് കണ്ടോ 2 കണ്ണുകൾ കണ്ടല്ലോ, ഈ 2 കണ്ണുകൾക്കും മധ്യത്തിൽ, ഈ പിരിക മധ്യത്തിൽ ഈ ഒരു സ്ഥാനത്തിന് ഒരുപാട് ശക്തിയുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ 2 കണ്ണുകൾ കൊണ്ടാണ് എല്ലാം കാണുന്നതും അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ഈ മൂന്നാമത് ഈ ഒരു ഭാഗം ആ ഭാഗം അതീന്ദ്രിയ ബോധത്തിൻ്റെയും നമ്മളുടെ ഉള്ളിലെ ബോധത്തിൻ്റെയൊക്കെ ഒരു ഭാവമാണ്. ഋഷീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ ഈ ഭാഗമാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, ഇതിന് ഉള്ളിലേക്ക് ഉള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇതിനുള്ളിലേക്കുള്ളൊരു ഭാവമുണ്ട്. അതായത് ഇവിടുന്ന് ഒരു വര അകത്തേക്ക് വരച്ചാലും ഇവിടെ ഇങ്ങനെ ഒരു വര അകത്തേക്ക് വരച്ചാലും ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷൻ ഇതിൻ്റെ നേരെ ഉള്ള ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി, കണ്ണിൻ്റെ മധ്യത്തിലായിട്ട് പുരികത്തിൽ നമ്മളിവിടെ ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മളുടെ മൂക്ക് ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം, നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃത്യം ഈ നടുക്ക് വന്നിരിക്കുന്ന ഈ ഭാഗം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ മൂക്കിൻ്റെ അവിടുന്ന് നേരെ ഒരു വര വരച്ചാൽ, ഈ മൂക്കിൻ്റെ അവിടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്കെച്ച് പേന കൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ സ്കെച്ച് പേന ഒന്നും വെച്ച് ചെയ്യണ്ട. നിങ്ങളൊരു ഉദ്ദേശം കണ്ട് ചെയ്താൽ മതി. മൂക്കിൻ്റെ അവിടെ നേരെ ഒരു വര വരച്ചാൽ തന്നെ ഇങ്ങനെ ഇച്ചിരി ദൂരെ വരുമല്ലോ. ഇവിടെ മനസ്സ് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു പേന വില എടുത്ത് ചെയ്യാം.
മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത്രയും ദൂരം അവിടെ നിങ്ങൾ ഒന്ന് ഒരു വിരൽ വെക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കുക. നിങ്ങൾക്കൊരു അപ്പോൾ അത് രണ്ട് കണ്ണുകൾക്ക് മധ്യമായിട്ട് വരും ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു 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 പ്രത്യേകതയുള്ള ഒരു ബ്രഹ്മസ്ഥാനം തന്നെയാണ്. എന്നിട്ട് നിങ്ങളിവിടെ നോക്കിയിട്ട് ഈ കൈ എന്നിട്ട് മാറ്റാം. എന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലോ കുഴപ്പമില്ല. അങ്ങനെ അന്തരീക്ഷത്തിൽ ആ പോയിന്റിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വാവുകൊണ്ട് ജപിക്കണം. 3 തവണ ജപിച്ചിട്ട് ആ പോയിന്റിൽ ശ്രദ്ധിച്ച് വിരലങ്ങ് മാറ്റാം. ആ പോയിന്റ് ശ്രദ്ധിച്ച് നിങ്ങൾ ആ ശൂന്യത നോക്കിയിരിക്കുക. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ജീവിതം മുഴുവൻ ഉണ്ടാകും. ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ എഫക്റ്റ് വരുന്ന ഈ ആജ്ഞയിലാണ്. നമ്മുടെ ഉള്ളിലെ അതീന്ദ്രിയ ബോധം, ഈശ്വര ബോധം ഉണർന്നു വരും. നമുക്ക് ജീവിതത്തിൽ പല ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കും. ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. ഇത് ഒരു ഏറ്റവും രഹസ്യമായ ഒരു വിദ്യയാണ്. നിത്യേന രാവിലെ നിങ്ങളിങ്ങനെ ചെയ്യുക. ഇതിൽ 1, 2, 3 മിനിറ്റ് ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും ചെയ്യണ്ട. ഇനിയും ഇത് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആണെങ്കിലും ചെയ്താൽ മതി. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്നാ എടുക്കണമെന്നറിയോ? ഇപ്പോൾ ഇതൊരു പേനയാണ്. ഈ പേന കൊണ്ട് തന്നെ പിരികമധ്യത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരു കനം അനുഭവപ്പെടും. അവിടെ നിങ്ങൾ ധ്യാനിച്ച് മനസ്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് മനസ്സിൽ 3 തവണ പറഞ്ഞ് അല്പനേരം ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെയും ധ്യാനിക്കുന്നുണ്ട്, ഈ പോയിന്റിലും ധ്യാനിക്കുന്നുണ്ട്, ഇവിടെയും ധ്യാനിക്കുന്നുണ്ട്. ഈ 2 ധ്യാനങ്ങൾ നിങ്ങളെ ഈശ്വരീയമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമെന്ന് മാത്രമല്ല, ഇതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ പരിവർത്തനപ്പെടുത്തി എന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരുത്തി ദിവ്യബോധമായി ഈശ്വരബോധമായി ഈ 2 ധ്യാനങ്ങളും തീർക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ പരിവർത്തനപ്പെടുത്തി ദിവ്യബോധമായിട്ട് ഭഗവാന്റെ, ഇപ്പോൾ നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുന്നപ്പോൾ ഭഗവാന്റെ ആ ദിവ്യബോധമായി നിങ്ങളുടെ ഉള്ളിലെ ആ ബോധം മാറുമെന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറും. നിങ്ങൾക്ക് സമ്പത്ത് ഭഗവാൻ നൽകും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും. വീട് വേണ്ടവർക്ക് വീട്, ഭൂമി വേണ്ടവർക്ക് ഭൂമി, സമ്പത്ത് വേണ്ടവർക്ക് സമ്പത്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും. മാത്രമല്ല ഭഗവാന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും, എന്നും ഉണ്ടാകും. കാരണം ഇത് ഒരു അത്ഭുതകരമായ വിദ്യയാണ്. നമ്മളുടെ മൂക്കിന് നമ്മളിപ്പോൾ ഈ മൂക്കിൻ്റെ നേരെയുള്ള ആ ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ 2 കണ്ണുകൾക്ക് മധ്യത്തിൽ അതിൻ്റെ ഒരു എനർജി അനുഭവപ്പെടുന്നത് രഹസ്യവിദ്യയാണ്. മാത്രമല്ല ഇത് ഈ ശൂന്യത, ഈ ഊർജത്തെയാണ്, ശൂന്യമില്ല എങ്കിൽ പോലും മനസ്സിലാകുന്ന ശൂന്യം എന്ന് വേണം. ഈ ആകാശ തത്വത്തെ കൂടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആകാശതത്വം ഇതിപ്പം സ്പേസ് ആണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ആ ആകാശ തത്വത്തെ കൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മതയാണ്, ആ സൂക്ഷ്മമായ ഊർജമാണ്. മാത്രമല്ല ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചാൽ ആ ഭക്തന് ജീവിതം മുഴുവൻ സംരക്ഷണം ഉണ്ടാകും. അകാല മൃത്യു, അപകട മരണങ്ങൾ, ദുരിതങ്ങൾ ഇതെല്ലാം ഭഗവാൻ മാറ്റിത്തരും. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. നിങ്ങൾ എത്ര നാൾ നാമം ജപിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ ഊർജ കേന്ദ്രത്തിലെ ഉണർവുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ബോധത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ കേന്ദ്രത്തിൽ ആ മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നാമം ജപിക്കുന്നത് നല്ലത് തന്നെ. ഇതുപോലെയുള്ള ചില വിദ്യകളാണ് ഋഷീശ്വരന്മാർ പ്രയോജനപ്പെടുന്നത്. അവരിങ്ങനെ ചില വിദ്യകൾ ചെയ്താണ് അവർ ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിയത്. അല്ലാതെ ജപം കൊണ്ട് മാത്രമല്ല. ഋഷീശ്വരന്മാരിൽ ഒരുപാട് പ്രാണായാമം, ഇതുപോലെയുള്ള ചില പ്രത്യേക ധ്യാനങ്ങൾ. ഇതിപ്പോൾ ശൂന്യതയെ നമ്മൾ ധ്യാനിച്ചിരിക്കുകയാണ്. മൂക്കിൽ നിന്നും നമ്മൾ അല്പം ദൂരത്തിൽ ആ ശൂന്യതയെ ധ്യാനിക്കുക. അപ്പോൾ ശൂന്യതാ ധ്യാനവുമാണ്. മാത്രമല്ല ഇത് കണ്ണുകൾക്കിടയിലാണ് ഇതിൻ്റെ എനർജി വരുന്നത്. അപ്പോൾ ഭ്രൂമധ്യത്തിൽ അതിൻ്റെ എഫക്റ്റും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതീന്ദ്രിയമായൊരു അനുഭവം, ഭഗവാന്റെ അതീന്ദ്രിയമായ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു അനുഭവം ക്രമേണ ഭഗവാന്റെ ഉണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നടക്കണമെന്നോ ഇല്ലാത്ത കാര്യം സങ്കല്പിക്കണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. സത്യസന്ധമായ
അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി വരും. അതായത് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തി തരും. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുകയൊന്നും ചെയ്യരുത്. അതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. സ്വപ്നങ്ങൾ കാണുന്നതിനോട് ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയൊന്നും ചെയ്യരുത്. പക്ഷെ ഭഗവാനെ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്നുള്ളതാണ്. ഇനി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഈ മന്ത്രത്തിനെ ആര് ജപിച്ചോ, അവർക്ക് ഭക്തിയോടെ ജപിച്ചോ, അവർക്ക് ഭഗവാൻ ആ ഏറ്റവും പരമമായ അനുഗ്രഹങ്ങൾ നൽകും. അവർക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. മുക്തി കിട്ടും. മാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും. ഭഗവാൻ ഏറ്റവും പ്രിയരായിട്ടുള്ള ആളുകളാണ് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുന്ന ആളുകൾ. ഭഗവാൻ ഏറ്റവും പ്രിയരായിട്ടുള്ളവരാണ്. അതായത് നാരദരാണ് ഈ മന്ത്രം ഭഗവാന്റെ മഹാഭക്തനായ ധ്രുവന്, കുട്ടിയായ ധ്രുവന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ധ്രുവൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, നാരദൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പം ധ്രുവൻ ഈ മന്ത്രം ജപിച്ചാണ് ഭഗവാൻ നാരായണനെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ മന്ത്രത്തിന് ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. ആ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഇത് അറിയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ രീതി നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും. ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. ഇത് പറ്റുന്നവർ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അവനവനെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലേ ചെയ്യണ്ട, പറ്റുന്നവർ ചെയ്യുക. പക്ഷേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ല മാറ്റങ്ങളും ഉണ്ടാകും. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇനിയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ, ഓം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ പരബ്രഹ്മം തന്നെയാണ്. നമോ എന്ന് പറഞ്ഞാൽ നമിക്കുന്നു. ഭഗവതേ എന്ന് വെച്ചാൽ ദിവ്യബോധത്തെ, ഈശ്വരനെ, ഭഗവാൻ നാരായണനെ, മഹാവിഷ്ണുവിനെ. വാസുദേവായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവ്വതിലും വ്യാപിച്ചിരിക്കുന്ന സർവ്വവ്യാപി എന്ന അർത്ഥം കേട്ടോ. വാസുദേവ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സർവ്വവ്യാപി എന്നാണ്. എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാനെ തന്നെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. വാസുദേവ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി എന്നാണ് അർത്ഥം. എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാൻ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ എല്ലാത്തിലും, എല്ലാ ജീവജാലങ്ങളിലും, സർവ്വജീവജാലങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കുന്നത്. അതായത് നിങ്ങൾ നിത്യേന ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. പിന്നെ സാധിക്കുന്നവർ ഇത് രാവിലെ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രത്തിന് ക്രിയാ ബാബാജിയായിട്ട് ബന്ധമുണ്ട്. ക്രിയാ ബാബാജി എന്ന് വെച്ചാൽ ക്രിയായോഗ. അറിയാം, ഇപ്പം നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും ക്രിയായോഗ. ക്രിയാ ബാബാജിയുമായിട്ടും ഈ മന്ത്രത്തിന് ബന്ധമുണ്ട്. ക്രിയായോഗയിൽ ഈ മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ മഹായോഗിമാര്, ഋഷിമാര്, അതായത് അവർ ആ മരണമെന്ന അവസ്ഥയിൽ അപ്പുറത്ത് പോലും സഞ്ചരിച്ച മഹാഋഷിമാര്, അതായത് ക്രിയാ ബാബാജിയൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ചൈതന്യങ്ങളാണ്. അപ്പോൾ ആ ഋഷീശ്വരന്മാർ ഉപയോഗിച്ച മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഓം നമോ ഭഗവതേ വാസുദേവായുടെ ഒരു ശക്തി. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി കാണും. നേരത്തെ നമ്മളിത് കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്കിതിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഇത് ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും തരുന്ന ഒരു മന്ത്രമാണ്. ദിവ്യബോധത്തെ, നിങ്ങളുടെ ബോധത്തെ ദിവ്യബോധമാക്കി മാറ്റുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. നമുക്ക് 4 അവസ്ഥകളുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം. ഇതിൽ ജാഗ്രത നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്വപ്നങ്ങൾ കാണുന്ന ആ ഒരു അവസ്ഥ, സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഗാഢമായ ഉറക്കം, തുരീയം എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തുള്ളൊരവസ്ഥയാണ്. അതിനെക്കുറിച്ച് വിവരിക്കാൻ പറ്റത്തില്ല. ആ തുരീയമായിട്ടും ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിന് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഈ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് തുരീയം കിട്ടുമെന്നല്ല പറഞ്ഞത്. ഈ മന്ത്രം നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പരമമായ ഈശ്വരനെ അനുഭവിക്കും. നമുക്ക് ഭഗവാൻ എല്ലാ ജ്ഞാനവും തരും, എല്ലാ അനുഗ്രഹവും തരും. നമുക്ക് വേണ്ടതെല്ലാം, സമ്പത്താണ് സമ്പത്ത്, നമുക്ക് ഐശ്വര്യങ്ങളെ, വീട്, ഭൂമി എന്ന് വേണ്ട, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കുകയും അതോടൊപ്പം നമുക്ക് ജീവിതത്തിൽ മുക്തി നൽകുകയും
മുക്തി നൽകുകയും കൂടെ ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് കേൾക്കുന്നത് പോലും പുണ്യം, ഇത് പറയുന്നത് അതിലും പുണ്യം, ഇത് ജപിക്കുന്നത് അതിലും പുണ്യം, ഇത് ധ്യാനിക്കുന്നത് മഹാപുണ്യം എന്ന് അറിയേണ്ട രീതി അറിയണം. അപ്പോഴാണ് ജീവിതത്തിൽ ഗുണം ഉണ്ടാകുന്നത്. നമ്മളെല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു അല്ലേ? ഇപ്പം നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ചിലപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും, നമ്മൾ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വൈകിട്ട് വരുന്നു, കിടന്നുറങ്ങുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കുക. മാസത്തിൽ ഒരു ദിവസം ഇത് നല്ലത് തന്നെയാണ്, വേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, നമ്മൾ വൈകിട്ട് വരുന്നു, കിടന്നുറങ്ങുന്നു. അത് വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ വരുത്തുക. ഇതിൻ്റെ കൂടെ മാസത്തിൽ ഒരു ദിവസം മഹാക്ഷേത്രങ്ങളിൽ, ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളിൽ കൂടെ നിങ്ങൾ പോകണം. അപ്പോഴേ നിങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ മാറത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു ചെറിയ ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കും. പക്ഷെ നിങ്ങൾ വലിയൊരു പാത്രം എടുക്കുക, അതിൻ്റെ അകത്തും കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ ചെറിയ ഗ്ലാസ്സിനകത്ത് ഒഴിക്കുന്ന വെള്ളം എത്രയാണോ അതോ വലിയ പാത്രത്തിനകത്ത് ഒഴിക്കുന്ന വെള്ളവും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. അപ്പം വലിയ രീതിയിലുള്ള പാത്രം എടുക്കുമ്പോഴേ ആ വലിയ രീതിയിലുള്ള വെള്ളം അതിൻ്റെ അകത്ത് കൊള്ളത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ ചൈതന്യം കൂടിയ മഹാക്ഷേത്രങ്ങളിൽ കൂടി മാസത്തിലൊന്ന് ദർശനം നടത്തണം. അല്ലാത്ത ദിവസമൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം. അതും വേണം, അതും അത്യാവശ്യം തന്നെയാണ്, അത്യാവശ്യം തന്നെയാണ്. അതോടൊപ്പം മാസത്തിലൊന്ന് മഹാക്ഷേത്രങ്ങളിലൂടെ ദർശനം നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും. അതൊരു രഹസ്യമാണ്. നമ്മൾ ഏതൊരു കാര്യവും വലുതായിട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ചെറിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള ഏതെങ്കിലും ചൈതന്യം കൂടുതലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകണം. ഗുരുവായൂരായിക്കോട്ടെ, അല്ലെങ്കിൽ അമ്പലപ്പുഴ ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, ഏറ്റുമാനൂർ ആയിക്കോട്ടെ, ചെട്ടികുളങ്ങര ആയിക്കോട്ടെ, ചോറ്റാനിക്കര ആയിക്കോട്ടെ, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, നിങ്ങൾ ദൂരെയുള്ള മഹാക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒന്ന് പോയി ദർശനം നടത്തണം. എഴുതി വെച്ചോ. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം പുതിയ മാറ്റങ്ങൾ വരും. കാരണം നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജീവിതം മാറത്തില്ല. പുതിയതായിട്ട് കുറച്ചുകൂടി ഒരു വലിയ കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. ഇപ്പോൾ ഒരു പെട്ടിക്കടയിട്ട് ഒരു മുറുക്കാൻ മാത്രമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ലക്ഷങ്ങൾ ദിവസം വരുമാനം വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്. ആഗ്രഹം കാണും, പക്ഷെ അതിനുള്ള തൊഴിൽ ചെയ്താലേ, അതിനുള്ള പ്രവൃത്തി ചെയ്താലേ ആ വരുമാനം വരത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ അനുഗ്രഹങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വലിയ ചൈതന്യമുള്ള ആ ചൈതന്യത്തെ കൂടെ വണങ്ങണം. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകണം, അതും അത്യാവശ്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം. അതോടൊപ്പം വലിയ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ കൂടെ മാസത്തിൽ ഒന്ന് പോകണം. അപ്പോഴേ വലിയ രീതിയിൽ ജീവിതം മാറത്തുള്ളൂ. നിങ്ങൾ ചെയ്തു നോക്കൂ, അച്ചട്ടാണ്. ഇപ്പം നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു, നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നു, അത് പോകണം കേട്ടോ. ആഴ്ച പോകണം, അല്ലെ പറ്റുവാണ് ദിവസം പോകണം, അല്ലെ ആഴ്ച പോകണം. അത് പോയിരിക്കണം. അടുത്തുള്ള ദേവനെ മറന്നിട്ടൊന്നും ചെയ്യരുത്, ആ ക്ഷേത്രത്തിൽ പോകണം. അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒരു ചെറിയ ചേഞ്ച് കൂടെ അതിനോടൊപ്പം നിങ്ങൾ മാസത്തിൽ ഒരു മഹാക്ഷേത്രത്തിൽ കൂടെ പോയി നോക്കി. നിങ്ങൾക്ക് വീടില്ലേ വീടുണ്ടാകും, ഭൂമിയില്ലേ ഭൂമി മേടിക്കും. നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളായിട്ട് നടക്കും. കാരണം അതിലും കാര്യമുണ്ട്. അതിശയകരമായ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം നമ്മൾ പുതിയ വലിയ കാര്യങ്ങളൂടെ ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വലിയ ചിന്തകൾ വരണം. നമ്മളൊരു മഹാക്ഷേത്രത്തിൽ പോകുമ്പം നമ്മുടെ മനസ്സിലും ആ ഒരു വലിയ ചിന്തകളാണ് വരുന്നത്. അവിടെ വലിയ കാര്യങ്ങളാണ് കാണുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നു ദിവസവും. അവിടെ വലിയ കാര്യങ്ങൾ അപ്പം നമ്മുടെ മനസ്സിൽ ആ വലിയ വലിപ്പമേറുകയാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ വലിയ ചിന്തകൾ വരുമ്പോഴേ നമുക്ക് വലിയ മാറ്റങ്ങൾ വരത്തുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ഇപ്പം ചിലരെ കണ്ടിട്ടുണ്ട്, എപ്പോഴും 100 രൂപയുടെ ചെരുപ്പ് 200 രൂപയുടെ ചെരുപ്പിട്ടുകൊണ്ടേ നടക്കത്തുള്ളൂ. അവരുടെ ജീവിതം നോക്കിക്കൂ, അത് എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. എന്നാൽ ചിലരെ നോക്കിക്കൂ, എപ്പോഴും ചിലപ്പോൾ 3000 രൂപയുടെ ഷൂ ആയിരിക്കും മേടിക്കുന്നത്, അല്ലെങ്കിൽ 3000 രൂപയുടെ ഷർട്ടായിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ പിന്നെയും വരുമാനം വന്നുകൊണ്ടിരിക്കും. കാരണം വലുതായിട്ട് ചിന്തിക്കുമ്പോഴേ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ വരത്തുള്ളൂ. ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് വരുന്നത്.
അല്ലാതെ ഇവരൊന്നും മണ്ടന്മാരായിട്ടല്ല വലിയ പൈസ മുടക്കി വലിയ ഹോട്ടലുകളിൽ കയറുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിന്തകൾ മാറുക, മനസ്സ് ഇച്ചിരൂടെ വലുതാവും. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വലുതായിട്ട് ചിന്തിക്കുന്ന അതിനനുസരിച്ച് വലുതാവും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അതെപ്പോഴും നിങ്ങൾ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വലിയ രീതി ജീവിതം മാറുന്നവരെല്ലാം അവർ ചില വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നില്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് മാറത്തില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സിറ്റുവേഷൻസ് മാറിയാലേ നമ്മുടെ ഇമോഷൻസ് മാറത്തുള്ളൂ. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും പഴയ കാര്യങ്ങളും വേണം, അത് തുടരുകയും വേണം. പുതിയ കാര്യങ്ങളിൽ കൂടി നമ്മൾ ചെയ്യണം. അപ്പോഴേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണത്തെ നമ്മൾ എപ്പോഴും ഒരു എനർജിയായിട്ട് കണക്കാക്കണം. നമ്മുടെ ഈ പണം വരുന്ന പണം നമ്മൾ ചിലവാക്കേണ്ട, അത്യാവശ്യം ചിലവാക്കേണ്ട കാര്യങ്ങളിൽ സന്തോഷത്തോടു കൂടി ചിലവാക്കണം. പണം വർദ്ധിച്ചു വരും. അതൊരു രഹസ്യമാണ്. കാരണം ഇത് നമുക്ക് തരുന്നത് നമ്മൾക്ക് ഈശ്വരനാണ്. അപ്പം നമ്മളിതൊന്നും കൊണ്ടുവന്നതല്ല. നമുക്കിതെല്ലാം കിട്ടുന്നത് ആ ഈശ്വരൻ തന്ന കഴിവുകൾ കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈശ്വരനാണ് തരുന്നത്. ഇതൊരു എനർജിയാണ്, വിശ്വസിക്കുക. പണം ഇപ്പം എനിക്ക് ഈ പണം പിടിച്ച് ചിലവാക്കുന്നവർക്ക് എപ്പോഴും ദാരിദ്ര്യം അനുഭവദോഷമായിരിക്കും മിക്കവാറും. പണം സന്തോഷത്തോടെ ആവശ്യമില്ലാതെ ചിലവാക്കരുത്. സന്തോഷത്തോടെ ആവശ്യത്തിന് ചിലവാക്കുന്നവർക്കെല്ലാം പണം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരാൾ വളരെ പുള്ളിയുടെ ഉള്ള പൈസ മുഴുവൻ മുടക്കി ചെറിയൊരു വീട് വെച്ചു. അപ്പോൾ എല്ലാവരും അയാളോട് ചോദിച്ചു, ഇപ്പോഴീ വീട് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അവനതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള പുള്ളി പറഞ്ഞല്ല. പുള്ളിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ കയ്യിലുള്ളത് മുഴുവൻ എടുത്തൊരു വീട് വെച്ചു. അത് കഴിഞ്ഞപ്പം പുള്ളിക്ക് ഉടനെ വിദേശത്ത് പോകാനൊരു അവസരം കിട്ടി. പുള്ളി ആ വിദേശത്ത് പോയി കാശുണ്ടാക്കി ആ വീടെല്ലാം കളഞ്ഞിട്ട് പിന്നെ വലിയ വീട് വെച്ചു. അപ്പോൾ ഈ ചിലവാക്കുന്നത് ആവശ്യമുള്ളതിനെ ചിലവാക്കാവുള്ളൂ. ചിലവാക്കുന്ന സന്തോഷത്തോടെ ചിലവാക്കണം. പണം അങ്ങനെ ചിലവഴിക്കുമ്പോൾ ഇരട്ടി തിരിച്ചു വരും. അതൊരു രഹസ്യമാണ് കേട്ടോ. അത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആ പണത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളിലേക്ക് പണം വരുന്നത് നിലനിൽക്കുന്നത്. നമ്മൾ അത്യാവശ്യമുള്ള കാര്യത്തിനെ ചിലവാക്കാവുള്ളൂ. ചിലവാക്കുന്ന സന്തോഷത്തോടെ ചിലവാകണം. അപ്പം നമ്മളിലേക്ക് വീണ്ടും പണം വന്നുകൊണ്ടിരിക്കും. ആ പണത്തെ നമ്മളൊരു എനർജിയായിട്ട് കാണണം, ഒരു ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണണം. അപ്പോൾ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ആളുകളെ സഹായിക്കാനും മാറ്റി വെക്കണം. എന്നെങ്കിലും ഒരു അന്നദാനങ്ങൾ ചെയ്യാനോ, അല്ലെങ്കിൽ ആഹാരം മേടിച്ചു കൊടുക്കാനോ, ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ അതിൻ്റെ ഒരു വിഹിതം മാറ്റി വെക്കണം. അപ്പോഴും പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല. അല്ലാതെ കിട്ടുന്ന പൈസ കൊണ്ട് ബാങ്കിലിട്ടിട്ട് ജീവിതം മുഴുവൻ ആഹാരവും പിശുക്കി കഴിക്കാതെ എപ്പോഴും ആ പണത്തെ ചിന്തിച്ച് ജീവിക്കുന്നതല്ല ജീവിതം. പണം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കാൻ കൂടി ഉള്ളതാണ്. അതോടൊപ്പം സമ്പാദിക്കുകയും വേണം, രണ്ടും വേണം. അപ്പം നമ്മളത് സന്തോഷത്തോടെ ചിലവഴിക്കേണ്ട സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ ചിലവഴിക്കുമ്പോൾ നമുക്ക് സമ്പാദിക്കാനും വന്നു ചേരും. അങ്ങനെ പണത്തെ മനസ്സിലാക്കണം. അപ്പോൾ ഇതും ഒരു ദൈവികമായ അറിവ് തന്നെയാണ് കേട്ടോ, പണത്തെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ അത് അല്ലാതെ പണത്തിൻ്റെ പുറകെ കിടന്ന് ഓടുന്നതിലോ ഒന്നും അല്ല കാര്യം. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്. എപ്പോഴും അതിൻ്റെ ഒരു 5% നമ്മളെ പറ്റുന്ന ഒരു ശതമാനമെങ്കിലും, കുറച്ച് ശതമാനമെങ്കിലും ദാനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അതും സന്തോഷത്തോടെ ചിലവാക്കണം. അത് സത്യമാണ് പറഞ്ഞു കേട്ടോ. പണം വരും, സത്യമാണ് പറഞ്ഞത്. നമ്മൾ പിശുക്ക് ചിലവാക്കുമ്പോഴാണ് ജീവിതത്തിൽ ദാരിദ്ര്യം ഒരിക്കലും ഒഴിയത്തില്ല. സന്തോഷം, മനസ്സുകൊണ്ട് സന്തോഷത്തോടെ എന്ന് വെച്ചാൽ ചുമ്മാ ചിലവാക്കാനല്ല പറഞ്ഞത്. നമുക്കൊരാവശ്യമുള്ള കാര്യം, ഇപ്പോൾ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ വീടിനൊരു മെയിൻറ്റെയിൻസ് ചെയ്യണം. അയ്യോ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞ് ചെയ്യരുത്. നമ്മളത് ഒരു അത്യാവശ്യമാണെങ്കിൽ സന്തോഷത്തോടെ അങ്ങ് ചെയ്യുക. വേറൊരു രീതിയിൽ പണം വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ വീട് വെച്ച ഒരാൾക്ക് അത് കഴിഞ്ഞ് പുള്ളിക്ക് വിദേശത്ത് പോകാൻ പറ്റി. പുള്ളി ഇരട്ടി പിന്നെ വലിയ പണക്കാരനായി. അപ്പം ഇത് ചെയ്യുന്ന സന്തോഷത്തോടെ ചെയ്യുക. എന്തായാലും പണം കിട്ടുമ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ലെങ്കിൽ അത് ചെറിയൊരു തുകയാണല്ലോ, ഇതുകൊണ്ട് എനിക്ക് എന്നെ ആകാൻ എന്നൊന്നും ചിന്തിക്കരുത്. പണം എപ്പം കയ്യിൽ കിട്ടിയാലും ഈശ്വരനോട് നന്ദി പറയുക. ചിലവാക്കുമ്പോഴും ഈശ്വരനോട് നന്ദി പറയുക. ഈശ്വര, നീ തന്നത് ഞാൻ ഇതാ നല്ല കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ
ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നു, അത് ഈശ്വര നീ തന്നതാണ്, നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ചിലവഴിക്കുക, ഇരട്ടി തിരിച്ചു വരും. പിന്നെ അതിൻ്റെ ഒരു വിഹിതം അന്നദാനങ്ങൾ, ദാനധർമ്മങ്ങൾക്ക് മാറ്റിവെക്കണം. ഇതും ഒരു ഈശ്വരീയമായ അറിവ് തന്നെയാണ് കേട്ടോ. ഇതും ഈശ്വരീയമായ ഒരു അറിവ് തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് ഭക്തന്മാർ, കോടീശ്വരന്മാരുണ്ട്. അപ്പം ഭഗവാന്റെ ഏകാദശി ദിവസം, ഇന്ന് ഈ വീഡിയോ ഇടുന്ന ഡിസംബർ 1, 2025, ഈ ഏകാദശിയുടെ അന്നാണ്. അപ്പം ഏകാദശി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഭഗവാൻ തോന്നിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണത്തിൻ്റെ രഹസ്യം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ ഭക്തന്മാർ ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ആയിത്തീരട്ടെ, അത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.